ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു ക്രിസ്മസ് തീമിലുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചെറുതാട്ടോ ക്രിസ്മസ് തീമിലുള്ള. ക്രിസ്മസ് കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താ ഉള്ളത് നിങ്ങൾക്ക് ചെറുതായിട്ട് പിടി കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഒളിച്ചൊക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ പറയാൻ പോവാണ്. ഞാൻ ചെറിയ ഗ്രീറ്റിംഗ് കാർഡാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ക്രിസ്മസ് തീമിലുള്ള ചെറിയ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പായി അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ട് ഇതിലൂടെ എഴുതാം നമുക്ക് കുറച്ച് തോട്ട്സ്. അപ്പം ഇവിടെ കട്ട് ചെയ്യാനുള്ള ഇതിങ്ങനെ വരച്ചിട്ട് തരാം. ചെറുതില്ലേ ഇങ്ങനെ വരച്ചിട്ട് വരാം. എന്താ പറയുക, അതിനൊരു മാർക്ക് ലൈൻ ഉണ്ടാവില്ല, ആ വരച്ചിട്ട് വരാം. വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ഉദ്ദേശിച്ചത് ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാമെന്നു. പിന്നെ വേണ്ട കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കുറേ ടൈം എടുക്കും. ചെറിയൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കുളമായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇനി അങ്ങോട്ട് കുളമാക്കാം. ശ്രദ്ധിച്ചതിൽ ഞാൻ അറിയാതെ ക്യാമറയിലോട്ട് നോക്കിപ്പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കുളമായിക്കണേ. അപ്പല്ല, പക്ഷേ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇതാക്കട്ടോ, ഇവിടെ ചെറുതായിട്ടൊന്ന് കോളായിട്ടുണ്ട്. കുഴപ്പമില്ല. എനിക്ക് ക്യാമറ ഓണാക്കിയിട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഞാൻ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് ചെയ്തിട്ട് ഓണാക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലുതായിപ്പോയി, കുഴപ്പമില്ല. കട്ട് ചെയ്ത സാധനം ഓക്കെ. നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ശേഷം ഇവിടെ ഡെക്കറേഷൻ ചെയ്യാം. അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇതെന്താ ഒന്നും കൂടി എല്ലാം കൂടി ഉണ്ടാക്കാൻ പോണേ. എല്ലാം കൊളാവും ഗായ്സ്. നമുക്ക് കട്ട് ചെയ്യണ്ട. ക്രിസ്മസ് തീമിൽ ഡെക്കറേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ കളർ മാറ്റാൻ കരുതി, പക്ഷേ വേണ്ട, ഇത് ഫുള്ളായിപ്പോയി. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ചെയ്യാം. ഇനി നമുക്ക് ഇതേമാതിരി ന്യൂ ഇയറിനും ഉണ്ടാക്കണം. ന്യൂ ഇയറിൻ്റെ ഇതായിട്ട്, പക്ഷേ ഇപ്പം ക്രിസ്മസിന് ഉണ്ടാക്കാം. ക്രിസ്മസിൻ്റെതായിട്ട് നമുക്ക് അടുത്ത ന്യൂ ഇയർ വരുമ്പോൾ ന്യൂ ഇയറിൻ്റെ ഉണ്ടാക്കണം. ഞാൻ ഇങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കാണിച്ചത് ഞാൻ ക്രിസ്മസ് ട്രീയും വരയ്ക്കാതെ എഴുതി ചെറുതാക്കിയിട്ട് ചെറുത് വേണ്ട, കുറച്ച് വലുതാക്കാം. വേറെ നോക്കി സാന്റാ ക്ലോസിന് വരയ്ക്കാന്ന് വെച്ചാൽ ഒരു ക്രീം കളർ കൊടുക്കേണ്ടി വരും. വേണ്ട, നമുക്ക് ഉള്ളിൽ സാന്റാ ക്ലോസിനെ വരയ്ക്കാം, പുറത്ത് നമുക്ക് ക്രിസ്മസ് ട്രീയും വരയ്ക്കാം. ശരിക്കും ഇവിടെ പുറത്ത് സാന്റാ ക്ലോസ് ആയിരിക്കണം, ഉള്ളിൽ ക്രിസ്മസ് ട്രീ ആണ് വെക്കേണ്ടത്. പക്ഷേ കുഴപ്പമില്ല. ക്രിസ്മസ് ട്രീ എനിക്ക് അങ്ങനെ എല്ലാം പോലെ വരയ്ക്കാനൊന്നും അറിയില്ല. അറിയണം വരെ വരയ്ക്കാണ് ഞാൻ. ഞാനിവിടെ കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാർക്ക് ഗ്രീനും കൂടി ചേർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ലൈറ്റ് കളർ ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഡാർക്ക് ഗ്രീനും കൂടി ചേർത്തുന്നുണ്ട്. അപ്പം അതൊന്നും അങ്ങനെ ഡാർക്കൊന്നും ആയില്ല. ഇനി അതിൻ്റെ മേലെ തൂക്കണം ആ ബോൾ, അതൊക്കെ ചെയ്യണം. അത് ചെയ്തിട്ട്
അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സാന്റാക്ലോസിനെ വരയ്ക്കാവുള്ളൂ. ഞാൻ ഡെക്കറേഷൻസ് കൊടുക്കുകയാണ്. ഇങ്ങനെ ബോൾ ഉണ്ടാവുമല്ലോ, 2 റെഡും 2 ബ്ലൂവും കൊടുത്ത് 2 യെല്ലോ കൊടുക്കുക. അത്ര കളേഴ്സൊന്നുമില്ല. പിന്നെ ക്രിസ്മസ് ബോൾസിന് വെച്ച കളേഴ്സ് മാത്രം എടുക്കാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഗ്രീനൊന്നും എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഗ്രീൻ എടുത്താൽ മറ്റേ ഈ ഗ്രീനും കൂടി കൊടുക്കുമ്പോൾ നമുക്ക് കാണില്ല ഏതാ ബോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ കൊടുക്കണ്ട, തൽക്കാലത്ത് വയലറ്റ് കൊടുക്കാം. അത് വെച്ചിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ലാസ്റ്റ് തരാം. ഷെയർ അടിക്കണ്ടാവല്ലോ, കാണിച്ചില്ല. രസമുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് കുളം കഴിക്കണം, അതുകൊണ്ട് പേടിയുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യാം, ഇങ്ങനെ ഡിസൈനാക്കിയിട്ട് കൊടുക്കാൻ. കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഷേപ്പ് ഒക്കെ മാറ്റിയിട്ടുള്ളത് കട്ട് ചെയ്ത് ഇനി ഇവിടെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഉള്ളത്തെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് അവിടെ നമുക്ക് ഉള്ളിൽ ചെയ്യാം. ഔട്ട്ലൈൻ പറയുമ്പോൾ ഒന്നായിട്ടല്ല കൊടുക്കണം, കുറേ കളേഴ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും. രസമുണ്ടാവും വിചാരിക്കുന്നു ഞാൻ. രസമുണ്ടായാൽ മതിയും. ഉള്ളിൽ നമുക്ക് ചെറിയ സാൻഡിനെ മേടിക്കണം, വലുതിനെ മേടിക്കണം. കുറച്ച് വലുതാക്കാമെന്ന് വിചാരിക്കുന്നത്. വേണ്ട, ചെറുതിനെ മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. ചെറുതാകുമ്പോൾ അവിടെ എഴുതുമ്പോൾ രസമുണ്ടാവുമോ എനിക്ക് അതിൽ നമുക്ക് അപ്പം നോക്കാം. ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. നിങ്ങൾ ചോദിക്കേണ്ട ഈ ഗീച്ചിങ് കാർഡിനാണ് ഒത്ത കഷ്ടപ്പെടുന്നത്. ഗീച്ചിങ് കാർഡ് എന്തുണ്ടാക്കാൻ വെച്ചാൽ നമ്മൾ കുറച്ച് മറ്റേ ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് നല്ല രസത്തിൽ ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളിലത്തെ പരിപാടി തുടങ്ങാം. ഇതുപോലെ നമ്മളൊരു കുറച്ച് കൊള്ളായിട്ടുണ്ട്. സാന്റാക്ലോസിനെ കാണാൻ എന്തോ മഴയുണ്ട്, പക്ഷേ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് സാന്റാക്ലോസിനെ വരയ്ക്കാനേ കഴിയണില്ല. ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു ഇതിൽ വരച്ച് നോക്കി പേപ്പറിൽ, അപ്പം കുറച്ച് നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം കാണാൻ എനിക്ക് ചിരി വരാണ് എന്നെ കാണുമ്പോൾ. എവിടെയോ താടിയാണ് കൊളായത് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് തോട്ട്സ് എഴുതി കൊടുക്കാം. ഫസ്റ്റ് ഞാൻ എഴുതുന്നത് മേരി ക്രിസ്മസ് എന്നാട്ടോ. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഐ വിഷ് യു മേരി ക്രിസ്മസ് എന്ന് എഴുതാല്ലേ. മേരി ക്രിസ്മസ്. ഓക്കെ, രസമുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പം ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. വെച്ചാൽ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വരച്ചിട്ട് ക്രിസ്മസ് ട്രീ വരച്ചിട്ട്, പിന്നെ ഇവിടെ സാന്റാക്ലോസും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ, ഐ വിഷ് യു മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗീച്ചിങ് കാർഡ് നിങ്ങൾ പറയണം. എങ്ങനെയുണ്ട് ഇന്നത്തെ ക്രാഫ്റ്റ്. ഇനി ഞാൻ കുറേ ക്രാഫ്റ്റ് വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതിലേക്ക് ബൈ.